Ritu, good morning. Good morning. ആരുടെ ബർത്ത്ഡേ ഇന്ന്? കാത്തുവിൻ്റെ ബർത്ത്ഡേ ഇല്ലയോ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞായിരുന്നോ? ആരെ മുട്ടായി തന്നെ? മഞ്ച ആരാ തന്നെ? കാത്തുവിൻ്റെ അമ്മയാണ്. ഹലോ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് റിതുവിൻ്റെ ഫ്രണ്ടിൻ്റെ പിറന്നാളാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്. കാത്തു അവൾക്ക് 2 വയസ്സാവുന്നതിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം രാവിലെ 9:30 ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് വണ്ടീൻ്റെ ട്രെയിനിന് പോകണമായിരുന്നു 8 എടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയായതുകൊണ്ട് തിരക്കായതുകൊണ്ട് രാവിലെ ഒന്നും ബെഡ്ഷീറ്റൊന്നും എടുത്ത് മടക്കിയൊന്നും വെക്കാതാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ ചില്ലറ പണിയാണ്. റിതുവിന് ക്യാമറ കാണുമ്പോഴത്തേനും അന്നേരം തന്നെ ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ പാട്ടൊക്കെ പാടണം. അതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എന്താ പാടുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് തുണി പുറത്ത് കഴുകാനുണ്ടായിരുന്നു, മെഷീനിലിടാൻ പറ്റാത്തത്. വെള്ളം ഞാൻ അവിടെ മുക്കി വെച്ചേക്കുമായിരുന്നു. എപ്പം വെള്ളം കണ്ടാലും അവൾക്ക് കളിക്കണം. വെള്ളം സോപ്പും ഭയങ്കര ക്രേസാണ്. പിന്നെ കുളിപ്പിച്ചോട്ടോടെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുളിപ്പിച്ചോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളെ തോർത്താനും ഉടുപ്പിടിപ്പിക്കാനൊക്കെ വലിയ ടാസ്ക്കാണ് കേട്ടോ. ഒന്നിനും നിന്ന് തരത്തില്ല. കുളിപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം ചൂടാണെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കയറി പുതപ്പിൻ്റെ അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും ചൂടും തണുപ്പും തിരിച്ചറിയത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ. അപ്പം അമ്മയുടെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മ വെക്കുന്ന സാമ്പാർ, അതുപോലെ എൻ്റെ അമ്മ വെക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും 2 വ്യത്യസ്ത രീതിയിലാണ് വെക്കുന്നത്, പക്ഷെ രണ്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ അമ്മ വെക്കുന്നത് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ, അതുപോലെ കുറുകി നന്നായിട്ടായിരിക്കുന്നത്. അമ്മ ഇച്ചിരിയുടെ മുളക് പൊടിയൊക്കെ ഇടും, പക്ഷേ ഇവിടെ അങ്ങനെ അത്ര ഇടത്തില്ല. ഇവിടെ സാമ്പാർ പൊടി ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ റിതുവിന് ഫുഡ് കൊടുത്തു. റിതു ഇച്ചിരി വെജിറ്റബിളൊക്കെ എടുത്ത് കൊടുത്തു, പക്ഷെ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കഴിക്കാൻ പോയിരുന്നു. എപ്പം തന്നെ ഇവിടെയാണ് എപ്പോഴും റിതുവിൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഇവിടെ. അപ്പം ഇതിൻ്റെ മണ്ണിക്ക് കയറി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ആരാ? അച്ചച്ച? അച്ചച്ചയും പിന്നെ ആരാ? വീഴും. റിതു കണ്ടോ? റിതു, അച്ചച്ചയും പിന്നെ ആരാ? അച്ചച്ചയെ മാത്രമേ കണ്ടുള്ളൂ. അച്ചച്ച മാത്രമേ അവൾ എപ്പോഴും കാണത്തുള്ളൂ കേട്ടോ. അച്ഛമോളാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഭയങ്കര പേടിയുമാണ് കേട്ടോ. അപ്പൊ എത്ര ചോദിച്ചാലും ഒരു അച്ചച്ച അച്ചച്ച അച്ചച്ച. അമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ പേര് പറയത്തില്ല കേട്ടോ. ചിന്നുമ്മി? പിന്നെ എന്തുവാ? ചന്തുടയോ? അതാരാ ചന്തുടെ? ചന്തുടയാണോ അത്? പോടി. ആരാ? പപ്പഴത്തെ ഫോട്ടോ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ചന്തുടെ ചുണ്ടുവിന് വലിയച്ചെന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ തേരൻ്റെയാണ് കേട്ടോ. അപ്പം തേരൻ്റെ എനിക്ക് കറി വെക്കണം. അപ്പം കുറേ നേരം ആയിട്ടും ഞാൻ റിതുവിൻ്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം. പ്രശ്നമൊന്നുമില്ല, അവിടെ ഇരിപ്പുണ്ടല്ലോ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെയും എൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി എടുത്ത് വെച്ച് എല്ലാം എടുത്ത് പൊളിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇച്ചിരിയൊക്കെ പൊളിച്ച് തന്നു. പിന്നെ അവിടെ ഇട്ടിട്ട് പിന്നെ വേറെ പണിയിലൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ ഇച്ചിരിയൊക്കെ പൊളിച്ച് തരും കേട്ടോ. അവരിവിടെ ആരെങ്കിലും ഇരുന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ, എത്ര നേരം വേണമെങ്കിലും. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ പുള്ളി ഇരിക്കുകയില്ല. ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഓരോന്നൊക്കെ ചെയ്തും കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ വഴക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വെച്ചിട്ട് ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് അവിടെ കൊണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇത് വേണ്ട, എനിക്ക് തമ്മ വിളിക്കാം. മുറിയും ഇനി താ ചെറുക്കേ. ഞാനെപ്പോഴും മീൻ കറി വെക്കാൻ നേരത്തിട്ട് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ചതച്ചിട്ട് അത് മീനല്ല, നമ്മൾ നോൺ വെജ് വെക്കുന്നതിനെല്ലാം ഞാൻ അങ്ങനെയാണ് ചേർക്കുന്നത്. നമ്മുടെ അങ്ങോട്ടൊക്കെ കോന്നി സൈഡിലോട്ടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. കറികൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോന്നി സൈഡിലോട്ട് ഇവിടോട്ടൊക്കെ വെക്കുന്നത് വളരെ വ്യത്യാസമാണ്. ചേർക്കുന്ന ചേരുവകളിലൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഒരു ശീലമായിപ്പോയി. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം മാക്സിമം അത് ഇവിടുത്തെ ഒരു ശീലമായിട്ട് ഞാനിപ്പോൾ നന്നായിട്ട്
അഡ്ജസ്റ്റ് ആയി കേട്ടോ. ആദ്യമൊക്കെ വന്നപ്പം ഒന്നെല്ലാം അവിടുത്തെ ആ ഒരു ശീലമായിരുന്നു നമ്മുടെ കോന്നി സൈഡിലോട്ട്. പക്ഷെ എല്ലാം കുറേ അഡ്ജസ്റ്റബിൾ ആയിട്ടെല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോ. അങ്ങനെ ഋതു ഇവിടെ ഇരിപ്പുണ്ട്, ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അവൾക്ക് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര വേണം തിന്നാൻ വേണ്ടിയിട്ട്. കണ്ണ് തപ്പിയിൽ മേടിക്കൂടെ കയറി പഞ്ചസാര എടുത്ത് തിന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ കടുക് എടുത്ത് ഇതുപോലെ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വഴക്കുണ്ടാക്കേണ്ട, കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി നേരം അവിടെ കയറ്റി ഇരുത്തും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും സമ്മതിക്കത്തില്ല കേട്ടോ വെക്കാനും എടുക്കാനും. പിന്നെ വേറെ കുറേ കുരുത്തൊക്കെ ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നോക്കുകയും ചെയ്യാം, കാണുവാനും പറ്റും, കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ നമ്മുടെ മീൻകറി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിതുവിനെ പിന്നെ കുറച്ച് നേരം ഞാൻ എടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പിന്നെ അവളെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോയി മെന കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ക്യാമറ കണ്ടില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ പകുതി ക്രോപ്പായി പോയത്. ഇവളെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. കളിക്കാനെടുത്ത് കൊടുത്തതെല്ലാം അവിടെ എല്ലാം വാരി വതറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിയെല്ലാം ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഫേസിൽ എന്തെങ്കിലും ഒന്ന് ഇടാമെന്ന് ഓർത്തു. കാരണം ഇപ്പം ഇന്ന് ഈ വണ്ടിക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് വളരെ ഡള്ളായിട്ടിരിക്കും. അത് മാത്രമല്ല തൈറോയ്ഡ് കൂടിയത് കൊണ്ടായിരിക്കാം ഫേസൊക്കെ വളരെ ഡള്ളായി, ഫേസും ഹെയറും ഫുള്ള് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായതുപോലെ പാക്ക് ചെയ്തിട്ട് അപ്പം ഞാൻ മുൾട്ടാനി മിട്ടിയാണ് കേട്ടോ. മുൾട്ടാനി മിട്ടിക്കകത്ത് ഇച്ചിരി തൈര് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്. നമുക്ക് തൈര് നല്ലതാണ് സ്കിന്നിനൊക്കെ. നേരത്തെയൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെ സമയം കിട്ടാറേ ഇല്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ, അതുകൊണ്ടൊന്നും ചെയ്യുന്നതേ ഇല്ല കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. ഇപ്പം കാണുമ്പം എന്തോ പോലെ ഉണ്ടല്ലേ. ലാസ്റ്റ് എല്ലാം ഒന്ന് ആക്കി വെച്ചു. ഞാൻ കടലമാവായിരുന്നു യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്പം മുൾട്ടാനി മിട്ടിയാണ് കേട്ടോ കുറേ നാൾ കേട്ടോ. എനിക്ക് പക്ഷേ ഇച്ചിരിയും കൂടി കടലമാവാണ് നന്നായിട്ട് ഫേസിന് സ്യൂട്ടാവുന്നതെന്ന് തോന്നുന്നു. ഓരോ ഫേസിനും ഓരോരോ ഇതാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇതിവിടെ ഋതുവിൻ്റെ കുറേ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ടവൽ എടുത്തിട്ടുണ്ട്, ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കത്തില്ല. വണ്ടി എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലായിരുന്നു കുറച്ച് നേരം ആട്ടം. പിന്നെ ഞാൻ ഡാഡി കൊടുത്ത് ഇറക്കി വിട്ടതാണ് കേട്ടോ. അവളെന്താ ചെയ്യുന്നത്, അവളെന്താ പറയുന്നത് നമുക്ക് പോലും അറിയത്തില്ല. ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കത്തില്ല. ഫുൾ ഓട്ടവും ചാട്ടവും മറിച്ചിലും എല്ലാം കൂടെ. അതിൽ ഉറങ്ങാൻ നേരത്ത് മാത്രമേ അവളൊന്ന് റെസ്റ്റ് എടുക്കുകയുള്ളൂ. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഉറങ്ങില്ല, രാത്രി മാത്രമേ ഉറങ്ങുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോളൂ. ഈ ഓടുന്നതിൻ്റെയും ചാടുന്നതിൻ്റെയും ആയിരിക്കും ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. അങ്ങനെ ഇവളെ ഇങ്ങനെ ഉറക്കി കിടത്തി ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പിന്നെ എനിക്കൊന്ന് കായംകുളം വരെ പോകണ്ട, നമ്മുടെ ഒരു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞില്ലേ, ഒരു മോളുടെ പിറന്നാളുണ്ടെന്ന്. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഋതുവിനെയും കൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ വണ്ടിയിൽ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഋതുവിനെ ഉറക്കി കിടത്തിയിട്ട് പോയിട്ടുള്ളത്. ഋതുവിനെയും കൊണ്ട് ഇതുവരെ പോകാനൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ വണ്ടി ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു മഴച്ചാറ്റിൽ വന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അപ്പം തന്നെ മാറി കേട്ടോ. അങ്ങനെ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മൾ കായംകുളം വരെ പോയില്ല, ഐക്യ ജംഗ്ഷൻ, അതിന് തൊട്ട് മുമ്പ് ഐക്യ ജംഗ്ഷനിലുള്ളൊരു അമ്മു ഫാഷൻ എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ കയറിയത്. ഇവിടെ അത്യാവശ്യം നല്ല നമ്മുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ മുത്തുമാല ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഋതുവിനെ മേടിച്ചാലോ എന്നൊന്ന് ആലോചിച്ചാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പെൺപിള്ളേർക്ക് ഇഷ്ടംപോലെ നല്ല കളക്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഋതുവിന് നേരത്തെ ഒരു ഡ്രസ്സ് എടുക്കാൻ ഇവിടെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പിന്നെയും കയറിയത്. അതുകൊണ്ട് ഞാൻ ഇപ്പം കാണിച്ച ആ ഉടുപ്പാണ് കേട്ടോ എടുത്തത്. ഞാൻ ആദ്യം ഇതായിരുന്നു സെലക്ട് ചെയ്തത്, പക്ഷെ അവിടെ കൈയുടെ അവിടെ ചെറിയൊരു അഴുക്കുണ്ട്. വൈറ്റ് ആകുമ്പം പെട്ടെന്ന് അഴുക്കാവുമല്ലോ. അവിടെ ഒരു അഴുക്കായതുകൊണ്ട് അത് എടുത്തില്ല. ആദ്യം കണ്ടൊരു ഇച്ചിരി കൂടെ ലൈറ്റായിട്ടുള്ള പിങ്ക് ആണ് എടുത്തിട്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം കണ്ടത് തന്നെ എടുത്തു. അങ്ങനെ പിന്നെ തിരിച്ച് ഓടി വീട്ടിൽ വന്നപ്പോഴത്തേനും ആൾ നല്ല ഉറക്കമാണ് കേട്ടോ, ഉണർന്നിട്ടില്ല. അപ്പോൾ ഒരു ആശ്വാസം. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവൾ ഉണർന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞിട്ട് മേടിച്ച് കൊടുത്തതാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്, എന്തോ വല്ലാണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് പറയും മാല വേണം, കമ്മൽ വേണം, വള വേണമെന്നൊക്കെ. ഓരോരുത്തരുടെ കയ്യിലും കാലിലൊക്കെ കിടക്കും
നിൽക്കുന്ന കാണുമ്പോൾ പറയും കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. അങ്ങനെ മേടിച്ചത് പിന്നെ നമുക്ക് ഞാൻ 2 മിഠായും കൂടി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ലോലിപോപ്പ് ഒന്നും അല്ലല്ലോ. കാരണം നമ്മുടെ അമ്മമാരൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴും എവിടെ ഞാനിപ്പം ചെന്നാലും എനിക്കും എൻ്റെ കൊച്ചിനും കൂടി ഇപ്പോഴും ഓരോന്നൊക്കെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. എവിടെ പോയാലും എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമില്ല. അങ്ങനെ ഞാൻ റിതുവിന് 2 മുട്ടായി മേടിച്ചു കേട്ടോ. എന്നൊന്നും അല്ല, ഇടയ്ക്കൊക്കെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 2 ലോലിപോപ്പ് കൊടുത്തതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇത്. അവൾക്ക് വളരെ ഹാപ്പിയായി. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഞാൻ റിതുവിടെ കുറച്ച് നേരം കിടന്നു. അപ്പോഴത്തേക്ക് സമയം 4:30 ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വരാറാകുമ്പോഴത്തേന് കാപ്പി ഇടാമല്ലോ, തൊഴിലുറപ്പുണ്ട്. അപ്പോൾ അമ്മ വരാറാകുമ്പോഴത്തേന് വിട്ടാൽ ചൂടോടെ കുടിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണയൊക്കെ തിരിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മുഖം കഴുകണം. അതെന്താണെന്ന് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് വേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. എപ്പോഴും മുഖം ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് മുഖം വാഷ് ചെയ്യുന്നു. അപ്പോൾ വൈകിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് റിതുവിന് മാത്രമേ വൈകിട്ട് ചായ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവളങ്ങനെ കുടിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ചായ വേണം, ഇങ്ങോട്ട് പറയുമ്പോൾ ചായ വേണമെന്ന്. അങ്ങനെ പിന്നെ റിതുവിന് മാത്രം ഇച്ചിരി ചായ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പലിൻ്റെ വന്നപ്പോൾ അപ്പം മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ ഒരു 3-4 ഇട്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ റിതുവിന് കാപ്പി ഇട്ടു. ഞങ്ങൾ വൈകിട്ട് കാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ട് കാപ്പിയും ചായയും ഒന്നും കുടിക്കില്ലായിരുന്നു, ശീലമില്ലായിരുന്നു. പക്ഷേ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാരണം വൈകിട്ടാകുമ്പോഴത്തേനും ഭയങ്കരമായിട്ടും ടയേർഡാവും. അപ്പോൾ എന്തെങ്കിലും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഇച്ചിരി ഒരു ആശ്വാസം വരും. അതുകൊണ്ടാണ് കുടിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരും, എന്തായാലും നിർത്തണം. അങ്ങനെ പിന്നെ വന്നപ്പോൾ 2 പേരും കൂടെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീണ്ടും ഇച്ചിരി കപ്പലണ്ടി കൊണ്ട് തന്നു. അപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേനും അമ്മയും വന്നു കേട്ടോ. തൊഴിലുറപ്പ് കഴിഞ്ഞ് ഇപ്പം 5 മണി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ റിതു പറയുവാണ് കപ്പലിൻ്റെ കിട്ടി അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇനിയും വിളക്ക് കത്തിക്കണം, എല്ലാം തൂത്ത് തുടച്ചിട്ടു. അപ്പോൾ ഇത് അമ്മ തയ്ച്ചാണ് കേട്ടോ. നമുക്ക് ചവിട്ടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. കുറേ തുണി കട്ടിക്ക് വെച്ചിട്ട് നൈറ്റ് ചെയ്യുന്ന പീസാണ് കേട്ടോ ഇത്. അങ്ങനെ തയ്ച്ചെടുത്തതാണ്. നമുക്ക് ചവിട്ടി തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എല്ലായിടും തൂത്ത് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വിളക്ക് കത്തിക്കണം. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. ഇനിയും അപ്പോൾ റിതുവിന് ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഉച്ചയ്ക്ക് മേടിച്ച ലോലിപോപ്പ് ഒന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് കത്തിയതിന് ശേഷം ഞാനും റിതുവും കൂടെ ഒന്ന് നടക്കാൻ പോകട്ടെ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കിത് മടുപ്പല്ലേ. അപ്പം കുറച്ച് നേരം നടക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ പിന്നെ വൈകിട്ടായി. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉടുപ്പ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ റിതു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. അങ്ങനെ റിതുവും ഞാനും കൂടി ഉടുപ്പ് എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, വലിയ ദൂരം. അവിടെ നില്ല. അയ്യോ വീട്ടിൽ ചെല്ലട്ട്. ഈ വലിഞ്ഞു കയറുന്നവളാണ് കേട്ടോ ബർത്ത്ഡേ ഗേൾ. എന്തായാലും റിതുവിന് പറ്റിയ കൂട്ടാണല്ലേ. 2 പേരും ഒരേ രീതിയിലാണ്. ഇതിവിടെ നിന്ന് നിരീക്ഷിക്കുവാണ് കേട്ടോ, എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് അറിയാം ബർത്ത്ഡേ ആണ്, കേക്ക് ഉണ്ടെന്നൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ട് എല്ലാം നോക്കുവാണ്. ബലൂണൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൈക്കിലാക്കാനൊക്കെ നോക്കുന്നുണ്ട്. കാത്തു, ആരുടെയാ പിറന്നാള്? ഹാപ്പി ബർത്ത്ഡേ ആരുടെയാ? ഞാൻ വിചാരിച്ചില്ലേ 179.
ഇത് കാത്തുവിന് ഗിഫ്റ്റ് കിട്ടിയ പാവയാണ് കേട്ടോ. അവള് വേണമെന്നും പറഞ്ഞ് മേടിച്ചു വെച്ചാൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണും വരെ.